ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ വിക്രവും വേദയും നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുക കേട്ടോ. ഇന്ന് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രം ജയിലിൽ ഇങ്ങനെ ഉറക്കമില്ലാതിരിക്കുന്നു. അപ്പോൾ കൂടെയുള്ള ചേട്ടൻ എഴുന്നേറ്റിട്ട് നീ എന്താ ഇന്ന് വീട്ടുകാർ വന്നേച്ചു പോയതിനെപ്പറ്റി ആലോചിച്ചിരിക്കുകയാണോ, എന്താ ഉറങ്ങാത്തതെന്ന് ചോദിച്ചു. എഴുന്നേക്കുക. പിന്നെ അങ്ങനെ നമ്മുടെ ആ ചേട്ടനിങ്ങനെ വിക്രത്തോട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കാണാൻ വന്നത്, അതുപോലെ കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് കൂട്ടുകാരെ കാണാൻ ആൾക്കാർ വന്നത്, അങ്ങനെയൊക്കെ ഓരോന്നിങ്ങനെ അദ്ദേഹം പറയും കേട്ടോ. അപ്പോൾ അതേ പോലീസിൻ്റെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണം. അതുപോലെ ചെയ്യാത്ത തെറ്റിനകത്ത് പെട്ടുപോയതിനെ പറ്റിയും ഒക്കെ ഇങ്ങനെ അദ്ദേഹം പറയുകയാണ്. അങ്ങനെ ഇതെല്ലാം കേട്ട് നമ്മുടെ വിക്രം ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ അദ്ദേഹം ജയിലിൽ വരാനുണ്ടായ സാഹചര്യങ്ങളും അതുപോലെ വീട്ടിലുണ്ടായ ഉത്തരവാദിത്തങ്ങളും ജയിലിലായതിനു ശേഷം അദ്ദേഹത്തെ എല്ലാവരും തള്ളിപ്പറഞ്ഞതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ കൂടെയുള്ള ചേട്ടൻ വിക്രത്തോട് പറയും കേട്ടോ. ഇതൊക്കെ കേട്ട് വിക്രം ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ കുടുംബത്തിന് വേണ്ടി ഓടാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് ഓടി. പക്ഷെ അതിനിടയിൽ ചതിക്കുന്ന മനുഷ്യരെ കാണാൻ കുറച്ച് വൈകിപ്പോയി എന്ന് പറഞ്ഞു. പലതരത്തിലുള്ള ജീവിതങ്ങൾ കാണാൻ പറ്റിയില്ല. ആ ഒരു അനുഭവം കൊണ്ട് ഞാൻ നിന്നോട് പറയാം, ഞാൻ കണ്ട പല മനുഷ്യരെക്കാളും ഭാഗ്യവാനാടാ നീ എന്ന് വിക്രത്തോട് പറഞ്ഞു. വിക്രം ചേട്ടൻ അന്തപ്പെട്ട് ഇങ്ങനെ നോക്കുന്നു. ഞാനല്ലേ പറയുന്നേ, നിനക്ക് കാത്തിരിക്കാൻ, നിന്നെ കാത്തിരിക്കാനും ആളുകളില്ലേ എന്ന് അദ്ദേഹം വിക്രത്തോട് ചോദിക്കുന്നു. കാത്തിരിക്കാൻ ആരുമില്ലാത്തവനെ പോലെ ഗതികെട്ടവനെ ഈ ലോകത്ത് ആരുമില്ല എന്ന് ആ ചേട്ടൻ വിക്രത്തോട് പറയുന്നു. അപ്പം അത് കേട്ടപ്പം അതിന് രാഘവേട്ടനെ കാത്തിരിക്കാനും ആളുണ്ടല്ലോ, കഴിഞ്ഞ ആഴ്ച അമ്മമ്മ വന്നിട്ട് പോയില്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പം നീ കണ്ടായിരുന്നല്ലേ? ഞാൻ കണ്ടായിരുന്നല്ലോ. ഓ, ഈ പ്രായത്തിലും എന്ത് ചുറുചുറുക്കാണ് ആ അമ്മമ്മയ്ക്ക്. അപ്പോൾ അതെൻ്റെ അമ്മൂമ്മയാണെന്നാണോ നീ വിചാരിച്ചത്? പിന്നല്ലേ, പിന്നെ ആരാ അത്? അല്ലടാ. അപ്പോൾ വിക്രം ഇങ്ങനെ നോക്കുക. അതൊരു കളവു മുതലാണെന്ന കാര്യം ഇദ്ദേഹം പറയുകയാണേ. അനിയത്തിയുടെ കല്യാണവും അച്ഛൻ്റെ മരണവും കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. അമ്മയ്ക്കാണെങ്കിൽ തീരെ വയ്യ, കയ്യിൽ തീരെ പൈസ ഉണ്ടായിരുന്നില്ല. നാട്ടിലിത്തിരി പണിക്കൊക്കെ പോകാം എന്നുള്ളൊരു ഇത്. പക്ഷേ കട്ട് ശീലിച്ചതിന് വേറെ തൊഴിൽ വല്ലതും പറഞ്ഞു തരണ്ടേ, അല്ലെങ്കിൽ അറിയണ്ടേ. അപ്പോൾ ഒരു യൂറോപ്യൻ്റെ വീട്ടിൽ ഞാൻ കക്കാൻ കയറി. അലമാര അടക്കം ഒരു സാധനവും തുറക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയും കൊള്ളാവുന്നൊരു ഗ്ലാസ് പോലും എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. എല്ലാം പൂട്ടി ഭദ്രമാക്കി. അങ്ങനെ ഒരു മുറിക്കുള്ളിൽ കയറി പരിശോധിച്ച് നടക്കുമ്പം സ്നേഹത്തോടെ ഒരു വിളി, മോനേന്നും പറഞ്ഞു. അപ്പോഴേക്കും വിക്രം ഇരുന്ന് ചിരിച്ചു. ആ ചേട്ടൻ ഇരുന്ന് ചിരിക്കുകയാണ്. തിരിഞ്ഞു നോക്കിയപ്പോഴേ ഒരമ്മമ്മ. അപ്പോൾ അതെ അങ്ങനെ ആ അമ്മമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. അപ്പം മോനെ ഇവിടെ നിന്നൊന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും ഇവിടെ നിന്ന് പോയി, അവരൊന്നും ഇനി ഇങ്ങോട്ട് വരുമെന്നേ തോന്നണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാട്ടോ. അപ്പോൾ ഈ ചേട്ടൻ്റെ പറച്ചിലൊക്കെ കേട്ടപ്പോൾ നമ്മുടെ വിക്രത്തിന് അത് ഭയങ്കര ഒരു ഇഷ്ടം, ഭയങ്കര കൗതുകമായിട്ട് വിക്രം അത് കേട്ടുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ ആ ചേട്ടൻ ആ മുത്തശ്ശി എന്ന അവിടെ നിന്ന് കൊണ്ടുവന്ന കഥയാണ് വിക്രത്തോട് പറയണത്. അങ്ങനെ നമ്മുടെ വിക്രം ഇതെല്ലാം കേട്ട് ഇങ്ങനെ കഥയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ ഇതേ നമ്മുടെ വിക്രവും ആ ചേട്ടനും കൂടി പിന്നീട് ആ അമ്മമ്മ ചേട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്ന കഥകളെ പറ്റി പറയുവാണ്. അപ്പോൾ അതേ അമ്മമ്മയെ ഉപേക്ഷിച്ചിട്ട് പോയ മക്കൾക്കെതിരെ അമ്മമ്മ ഇദ്ദേഹത്തെ കൊണ്ട്, ഈ രാഘവേട്ടനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചതും, അതിനുശേഷം പിന്നെ മക്കള് കേസിൻ്റെ കാര്യങ്ങൾക്ക് വന്നപ്പം അവരുടെയൊക്കെ മുന്നിൽ രാഘവേട്ടൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറയാം. എന്നെ എൻ്റെ അമ്മമ്മയായി എൻ്റെ വീട്ടിൽ കൂടി എന്നൊക്കെ പറയുവാണ്. അപ്പോൾ അവരുടെ മക്കളൊന്നും ആരും അന്വേഷിച്ചില്ല എന്നും വയസ്സാം കാലത്ത് ഒരു കള്ളൻ്റെ കൂടെ ഇറങ്ങിപ്പോയി നാണം കെടുത്തിയ ആളല്ലേ എന്നൊക്കെ രാഘവേട്ടൻ ഇങ്ങനെ വിക്രത്തോട് പറയാം. അങ്ങനെ മുണ്ടയ്ക്കൽ ഭാർഗവി അമ്മ എൻ്റെയും കൂടി അമ്മമ്മയായതാണെന്ന കാര്യവും ഇദ്ദേഹം പറയുന്നേ. എൻ്റെ അമ്മയുടെ അവസാന കാലത്ത് അമ്മമ്മയായിരുന്നു ഏക ആശ്രയം ഉണ്ടായിരുന്നതെന്നുള്ള കാര്യം ഇദ്ദേഹം പറയാം. അമ്മ മരിച്ചു, ഞാനും അമ്മമ്മയും തനിച്ചായി കഴിഞ്ഞപ്പോൾ ഞാൻ മോഷണം അങ്ങ് അവസാനിപ്പിച്ചു എന്ന് രാഘവേട്ടൻ പറയാം. അപ്പോൾ കപ്പലണ്ടി വിറ്റാലും ജീവിക്കാമെന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരിക്കലും അമ്മമ്മയെ അന്വേഷിച്ച് അമ്മമ്മയുടെ പേരക്കുട്ടികൾ അങ്ങോട്ട് വന്നു. അവർക്ക് അപ്പം നാട്ടിലെ വീടും പറമ്പും വിൽക്കണം. അതിന് അമ്മമ്മ ഒരു ഒപ്പിട്ട് കൊടുക്കണമായിരുന്നു. അതായിരുന്നു അവരുടെ ആവശ്യം. അമ്മമ്മ കൊടുക്കില്ലെന്ന് വാശിയിലായിരുന്നെന്നും പിന്നെ ഞാൻ ആദ്യം ഒന്നിലും ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സ്വത്തിൻ്റെ പേരും പറഞ്ഞ് അവൻ സ്വന്തം അമ്മമ്മയെ തല്ലുന്നത് കണ്ടപ്പോൾ സഹിച്ചില്ല.
ഞാൻ അവൻ്റെ കഴുത്തിന് പിടിച്ച് പുറത്തേക്കൊരു തള്ളിയതാ. അന്ന് തല ചെന്ന് മുറ്റത്തെ പടിയിലാണ് ചെന്നിടിച്ചത്. തല പൊളിഞ്ഞു, ആള് മരിച്ചു. അത് കഴിഞ്ഞപ്പോൾ പോലീസായി, അറസ്റ്റായി, 7 വർഷം തടവ്. അതൊക്കെ കേട്ട് വിക്രം ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ആ ഒരു വീട് അമ്മമ്മ ഏതോ ചാരിറ്റബിൾ ട്രസ്റ്റിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണെന്നും അതിൻ്റെ പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന കാര്യവും പറയാണ്. അപ്പോൾ എൻ്റെ കേസിന് അവർക്ക് അപ്പീലിനും പോകണം. അത് മാത്രമാണ് അമ്മമ്മയ്ക്ക് ഡിമാൻഡായിട്ടുള്ളൂ. ചിലപ്പോൾ നേരത്തെ ഇറങ്ങാൻ പറ്റുമായിരിക്കും എന്നൊക്കെ ആ ചേട്ടൻ ഇങ്ങനെ വിക്രത്തോട് പറയാം. അപ്പോൾ വിക്രം ആ ചേട്ടനെ സമാധാനിപ്പിക്കുന്നു. നേരത്തെ ഇറങ്ങാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അദ്ദേഹത്തിന് ഉറക്കം വരാൻ തുടങ്ങി. പിന്നെ അദ്ദേഹം ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിക്രത്തിൻ്റെ അടുത്ത് കിടക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ വിക്രം ആ ചേട്ടൻ്റെ കഥയൊക്കെ കേട്ട് അവിടെ അങ്ങനെ ഇരിക്കും. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ഗർഭിണിയായ ഒരു ഗാഥ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി എന്തൊക്കെയോ ഒരു അബ്നോർമൽ സ്റ്റൈലിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. അമ്മ ചോറ് കൊടുക്കുന്നു, പക്ഷെ കഴിക്കുന്നില്ല. എല്ലാം ഒരു പേടി പോലെയൊക്കെ കാണിക്കും. അപ്പോൾ ഡോക്ടർ വന്നു. ഇന്ന് ഗാഥ മെഡിക്കായിട്ടിരിക്കാണല്ലോ എന്ന് പറഞ്ഞു. ഇന്ന് ഇപ്പോൾ ഇത്ര നേരമെങ്കിലും എഴുന്നേറ്റിരിക്കുന്നത്, അല്ലെങ്കിൽ ഒന്നും മിണ്ടാത്ത ആളാ, അല്ലെങ്കിൽ ആരെയും നോക്കാത്ത ആളാ എന്നൊക്കെ പറഞ്ഞാൽ അമ്മ ഇങ്ങനെ പറയുമ്പോഴേക്കും കുറച്ച് അടുത്തേക്ക് എന്ന് ഡോക്ടറിന് തൊട്ട്. അപ്പോൾ ഭയങ്കര പേടി. എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ എന്ന് ഡോക്ടർ ചോദിച്ചു. ഒന്നും പേടിക്കണ്ട, അപ്പോൾ രാധ ആരും ഒന്നും ചെയ്യില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഞാനും ഒന്ന് സംസാരിക്കാൻ ശ്രമിച്ചതാണ്. നമ്മുടെ വേദ അന്നേരം തൊട്ടരികിൽ നിന്ന് പറയാം. അപ്പോൾ ഇന്ന് രാവിലെ എന്നോട് പേരൊക്കെ ചോദിച്ചതാ. ഇന്നിപ്പോൾ ആരൊക്കെ ആക്രമിക്കാൻ വരുന്നു എന്നൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെ വേദ പറഞ്ഞു കൊടുത്തപ്പം ആര് വരാനാ രാധ, ഇവിടെ ആരും വരില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ എന്നാ പെൺകുട്ടി ഇങ്ങനെ ഡോക്ടറോട് ചോദിക്കുക കേട്ടോ. അപ്പോൾ കത്തിയും വാളും ഒക്കെ ആയിട്ടാണ് വരുന്നതെന്നും എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ എന്നാ പെൺകുട്ടി ചോദിക്കുക. അപ്പോൾ ഒന്നും പറ്റില്ല, പറ്റാം, നമ്മൾ സമ്മതിക്കില്ല, എന്താ പോരെ എന്നാ ഡോക്ടർ ചോദിച്ചു. അപ്പോൾ ഒന്നും പറഞ്ഞ് ഇവരിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ വേദയ്ക്കാണെങ്കിൽ ഇതൊക്കെ ഓർത്തിട്ട് ഭയങ്കര ഇത്. അപ്പോൾ തരുണിനെ ഇന്ന് കണ്ടില്ലല്ലോ. ബോംബേസിൻ്റെ പുറകെ ആയിരിക്കും അല്ലേ എന്ന് ചോദിച്ചപ്പം അതെ, 2 ദിവസമായിട്ട് കാല് നിലത്ത് കുത്താൻ പറ്റാത്ത ഓട്ടത്തിലാണെന്ന കാര്യം ഇങ്ങനെ പറയുന്നു കേട്ടോ. പക്ഷേ എല്ലാ അരമണിക്കൂറും വിളിച്ച് അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അമ്മ. ഇന്ന് എന്തായാലും വരുമെന്നും പറഞ്ഞു. എന്നെ വന്ന് കാണാനൊന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞു. ഡോക്ടർ ഈ പെൺകുട്ടിയെ സമാധാനിപ്പിച്ചിട്ട് അങ്ങ് പോയി. അതിനുശേഷം ഡോക്ടർ വന്ന് വേദയോട് വേദ ഓക്കെ ആണല്ലോ അല്ലേന്ന് ചോദിച്ചു. അപ്പോൾ ശരി എന്നും പറഞ്ഞ് ഇങ്ങനെ അവർ പോണു. ഈ സമയത്ത് ആ പെൺകുട്ടിക്ക് ട്രിപ്പും കാര്യങ്ങളെല്ലാം ഇട്ടു. അപ്പോഴത്തേക്കും ഒരു നേഴ്സ് നമ്മുടെ വേദയുടെ അടുത്തേക്ക് വരുവാണ്. അപ്പോൾ വേദ അവിടെ നിന്ന് പോകാൻ നോക്കുവാണ്. അപ്പോഴേക്കും വേദ എന്ന് പറഞ്ഞ നേഴ്സ് വിളിച്ചു. റെക്കോർഡ്സിൽ പേര് ചേഞ്ച് ചെയ്യല് അത്ര ഈസി അല്ല കേട്ടോ. അവസാനം ഇന്നലത്തെ പ്രശ്നം എനിക്ക് ഡോക്ടറോട് പറയേണ്ടി വന്നു എന്നുള്ള കാര്യം ആ നേഴ്സ് പറയുവാണ്. സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടെന്നുള്ള പേരിൽ സൂപ്രണ്ടിനോട് പറഞ്ഞിട്ടാ കേട്ടോ അത് നടന്നതെന്നുള്ള കാര്യം പറഞ്ഞു. ഇപ്പം റെക്കോർഡ്സിൽ ഭേദമില്ല, പകരം കൂട്ടുകാരിയുടെ പേരാണ് ശ്രേയ, അത് പോരേന്ന് ചോദിച്ചു. മതിയെന്ന് പറഞ്ഞു. അതിൽ അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് ചോദിച്ചപ്പം ഒന്നും സംഭവിക്കില്ല കേട്ടോ. അപ്പോൾ എന്നാലും ഇന്നലെ നമ്മൾ സംസാരിച്ചതെല്ലാം ഡോക്ടറോട് പറയേണ്ടി വന്നു എന്ന് അമ്മ ചോദിക്കുമ്പം അത് പറയണ്ട, അതൊക്കെ രഹസ്യമായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. ഈ പൊസിഷനിലുള്ള ഒരാൾ അറിയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതാണ് ആ നേഴ്സ് പറയണു. കുറച്ച് കഴിഞ്ഞാൽ ഒരു മയക്കം ഉണ്ടാകും, അത് കാര്യമാക്കണ്ട എന്നും പറഞ്ഞു. അപ്പം ശരിയെന്നാ എന്നും പറഞ്ഞുകൊണ്ട് അവർ നേഴ്സ് അങ്ങ് പോയി. അപ്പോൾ വേദ താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ രാധികയാണെങ്കിൽ ആകെ വെപ്രാളം പിടിച്ചിങ്ങനെ നിൽക്കുവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന വിക്രമാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്നു. അപ്പോഴത്തേക്കും ഒരു പോലീസുകാരൻ അങ്ങോട്ടേക്ക് വന്നു. വിക്രം സാർ, അപ്പോൾ എന്താണ് താൻ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ പറമ്പിലായിരുന്നേ പണി, ലഞ്ച് ബ്രേക്കിൻ്റെ സമയമല്ലേ, അതുകൊണ്ട് ഇവിടെ വന്ന് അങ്ങനെ അങ്ങ് ഇരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇരിക്കടോ, അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. ഇരിക്കടോ എന്നും പറഞ്ഞാൽ സാറ് വിക്രത്തെ വിളിച്ചടുത്തിരുത്തി. വിക്രത്തോട് ഭയങ്കര കാര്യമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഞങ്ങൾ ജയിൽ ജീവനക്കാരും പോലീസുകാരും തമ്മിൽ ഒരു പ്രധാന വ്യത്യാസം ഉണ്ടെന്നും എന്താണെന്ന് എനിക്കത് അറിയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ ഇങ്ങനെ നോക്കുക. സാധാരണ മനുഷ്യരിലുള്ള ക്രിമിനൽസിലെ കണ്ടെത്തി പിടികൂടാനും അവർക്ക് ശിക്ഷ നേടിക്കൊടുത്ത് സമൂഹത്തെ ക്രിമിനലുകളിൽ നിന്നും രക്ഷിക്കാനുമാണ് പോലീസ് ശ്രമിക്കുന്നത്. ഞങ്ങൾ ശ്രമിക്കുന്നത് ക്രിമിനലുകളായി വരുന്ന ആൾക്കാരെ മനുഷ്യരെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം ഇദ്ദേഹം പറയണം. ഒരു തുറന്ന ലോകത്തു നിന്ന് ക്രിമിനലുകളെ ഒഴിവാക്കി ക്രമസമാധാനം നിലനിർത്താൻ അവർ ശ്രമിക്കുമ്പോൾ ഈ അടഞ്ഞ ലോകത്തിനുള്ളിൽ മനുഷ്യരെ തിരിച്ചു പിടിക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം അദ്ദേഹം പറയാം. അപ്പോൾ വിക്രം ഇങ്ങനെ ചിരിച്ചു. പലതരത്തിലുള്ള കുറ്റവാളികളെ കണ്ട് ശീലിച്ചതുകൊണ്ട് പലരുടെയും ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഒറ്റ നോട്ടത്തിൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റുമെന്നും അദ്ദേഹം പറയാം.
വിക്രം തെറ്റുകാരനല്ല എന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു യൂണിഫോം കൈമാറിയതെന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. ഈ കാലം ജീവിതത്തിൽ കിട്ടിയ ശിക്ഷാകാലമായി താനിത് കാണരുത്, പകരം ഒരു ട്രെയിനിങ് സെക്ഷനാണെന്നങ്ങ് കരുതിക്കോളാൻ പറഞ്ഞു ആ സാറ്. ജയിലിൽ വരുന്നവരിൽ അപരാധികളും നിരപരാധികളും ഉണ്ടാകും. കുറ്റം ചെയ്തവർക്ക് കുറച്ചുകൂടി പൊരുത്തപ്പെടാനായിട്ട് പറ്റും. അപ്പോൾ ഒരു വിധത്തിൽ ഞാൻ തന്നെയാണ് ഈ ഒരു ജീവിതത്തിന് കാരണക്കാരനെന്ന് അവർക്ക് ഈസി ആയിട്ട് ഉൾക്കൊള്ളാനും കഴിയും. അല്ലാത്തവർക്ക് അത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ലെന്നും ആ സാറ് പറയാം വിക്രത്തോട്. വിക്രത്തിനും അത് അങ്ങനെ തന്നെയാണെന്നുള്ള കാര്യം എനിക്കറിയാവുന്നു അദ്ദേഹം പറഞ്ഞേ. അതുകൊണ്ടാണ് തന്നോട് പറയുന്നത്, ജസ്റ്റ് ഷിഫ്റ്റ് യുവർ ഫോക്കസ്. ഓക്കെ. ജയിലിൽ കിടന്ന് ജീവിതത്തിൽ ഒരുപാട് നേട്ടം കൊയ്തവരുമൊക്കെ ഉണ്ട്. മുൻ പ്രധാനമന്ത്രി വധക്കേസിൽ 31 വർഷം ജയിലിൽ കിടന്ന ആൾ ഇന്ന് വിചാരണ തടവുകാർക്ക് വേണ്ടി നിയമസഹായം ചെയ്യുന്ന വക്കീലാണെന്ന കാര്യം പറയുന്നു. ജീവിതത്തിലെ ഏത് ഘട്ടവും അതൊരു സാധ്യതയാണ് വിക്രം. അത് തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനമെന്നും ആ സാറ് വിക്രത്തിന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ വിക്രത്തിന് കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് ആ സാർ അവിടെ നിന്ന് പോയി. ഇത് കഴിഞ്ഞ് പിന്നെ വിക്രം അതിനെപ്പറ്റി ആലോചിച്ച് അവിടെ ഇരിക്കുന്നു. പിന്നെ കാണിക്കുന്ന വേദയാട്ടോ. വേദ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. ആ സമയത്ത് ആ അമ്മ, അതായത് ആ ഗർഭിണിയായ പെൺകുട്ടി, അതായത് അവർ രണ്ടുപേരുമാണ്. ആ അമ്മ അന്നേരത്തേക്കും അവിടെ നിന്ന് ചായ മേടിക്കാനും മറ്റു പുറത്തേക്ക് പോകും. അപ്പോൾ വേദയോട് പറഞ്ഞിട്ടാണ് പോണേ. അങ്ങനെ ചായ മേടിക്കാൻ അമ്മ പോയി. അപ്പോഴത്തേക്കും രാധികയുടെ ഹസ്ബൻഡ് അങ്ങോട്ടേക്ക് വന്നു. അദ്ദേഹം വന്നിങ്ങനെ ഭാര്യയുടെ എഴുതിക്കൽ സോറിയൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു. അത് എനിക്ക് വരാൻ പറ്റാത്തതിലാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക കേട്ടോ. നിനക്ക് ഏറ്റവും വേണ്ട സമയത്ത് മുഴുവൻ സമയം അടുത്ത് ഇരിക്കാൻ പറ്റാതെ പോയതിന് എന്നൊക്കെ പറയാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വേദ പുറകിലിരുന്ന് കേൾക്കുന്നുണ്ടല്ലോ. അപ്പം ഇത് എന്നെ കുറേ പേര് ആക്രമിക്കാൻ വരികയാണെന്നൊക്കെ എനിക്ക് തോന്നുവാണെന്നൊക്കെ പറയാം. നമ്മുടെ കുഞ്ഞിനെ ആരൊക്കെയോ ചേർന്ന് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെയൊന്നും പറയരുത്, നിനക്കും നമ്മുടെ കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല എന്നും ധൈര്യമായിട്ടിരിക്കാനും അദ്ദേഹം ഭാര്യയ്ക്ക് സമാധാനം പറഞ്ഞു കൊടുക്കാം. ഏട്ടൻ ഇനി പോവുമോ എന്ന് ചോദിച്ചപ്പം അപ്പോൾ ഇല്ല, പോവില്ല കേട്ടോ, ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നിന്നെയും കുഞ്ഞിനെയും കൊണ്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞു. എന്താ അത് പോരേന്ന് ചോദിച്ചു. ചിലപ്പോൾ ഈ ഡെലിവറി കഴിയുമ്പോൾ ഞാൻ കുഞ്ഞിനെ മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതെങ്കിലോ എന്നൊക്കെ രാധിക ചോദിക്കുമ്പോൾ നീ എന്തൊക്കെ ഈ പറയുന്നത്, എന്തിനിങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു. നോക്ക്, വേറെ എത്രയോ നല്ല കാര്യങ്ങൾ പറയാനുണ്ട്, പിന്നെ എന്തിനും ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത്? അപ്പം നല്ലതൊന്നും ഇപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്നില്ല തരണേട്ടാ. കണ്ണടച്ചാൽ ചോരയുടെ നിറം മാത്രമേ ഉള്ളൂ എന്നും ചോരയുടെ മണമാണെന്നൊക്കെ ഇങ്ങനെ ആ പെങ്കൊച്ച് പറയുമ്പോൾ നീ എല്ലാം മനസ്സിൽ നിന്ന് കള, ഒന്നും സംഭവിക്കില്ല എന്ന് ഉറച്ച് വിശ്വസിക്കാനൊക്കെ പറഞ്ഞ് അദ്ദേഹം സമാധാനിപ്പിക്കാം. ഞാനില്ലേ നിൻ്റെ കൂടെ, നീ ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞു. ഈ പ്രസവത്തോടെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നമ്മുടെ കുഞ്ഞിനെ എന്നെക്കാളും നന്നായിട്ട് സ്നേഹിക്കണേ തരണേട്ടാ എന്നൊക്കെ പറയാം കേട്ടോ. ഇതൊക്കെ കേട്ടപ്പോൾ അവളെ നീ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിച്ചിങ്ങനെ ഇരിക്കുക തരുൺ, നീ ഇങ്ങനെയൊന്നും പറയലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അദ്ദേഹം സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതേ നമ്മുടെ പെൺകുട്ടി കുട്ടിക്കാലത്ത് അനുഭവിച്ച കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുകയാണ്. അങ്ങനെ അച്ഛനും അമ്മയൊക്കെ നഷ്ടപ്പെട്ടതിനെ പറ്റിയും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഭർത്താവുമായിട്ടിരുന്ന് ഷെയർ ചെയ്യുന്നു. അങ്ങനെ അവിടെ തളർന്നു പോയ ആ ഒരു അവസ്ഥയിൽ നിന്നും സ്കൂളിൽ സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന കൗൺസിലർമാരാണ് ഡോക്ടേഴ്സും ചേർന്നാണ് തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അതെല്ലാം ഇങ്ങനെ ഭർത്താവിനോട് പറയണം. അങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിൽ അതൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ വരുക. ചിലപ്പോൾ കിടക്കയ്ക്ക് ചുറ്റും തെയ്യാണെന്ന് പോലും എനിക്ക് തോന്നുകയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ പറയണേ. തരുണേട്ടാ, ഞാൻ പറയാം, ഞാൻ മരിച്ചു പോയാൽ നമ്മുടെ കുഞ്ഞിന് സന്തോഷവും സമാധാനവും മാത്രമുള്ള ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വളർത്തണേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ചോരയുടെ മണവും നിറവും ഒന്നും എൻ്റെ കുഞ്ഞ് കാണരുതെന്നൊക്കെ പറയും. നീ എന്തിനാ ഇങ്ങനെ പറയുന്നത്? സമാധാനവും സന്തോഷമായിട്ട് ജീവിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഒരുമിച്ച് നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ പോകുമെന്ന് പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കുക കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടെ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പുറം നമ്മുടെ വേദയാണെന്നുണ്ടെങ്കിൽ അവിടെ കിടക്കുകയാണ്, വയറിൽ കൈയും വെച്ച് നമ്മുടെ വിക്രത്തെ സ്വപ്നം കണ്ട്. ഈ സമയത്ത് വിക്രവും അതുപോലെ തന്നെ വേദയെ പറ്റി ഇങ്ങനെ ആലോചിക്കുക. തൊട്ട് പുറകെ തൻ്റെ അമ്മ മോനേന്നും പറഞ്ഞ് പിറകിൽ വന്ന് വിളിക്കുന്നത്. അങ്ങനെ തൻ്റെ അമ്മയെ പറ്റിയൊക്കെ ആലോചിച്ച് വിക്രം ഇങ്ങനെ ഇരിക്കുന്നു. വിക്രം എന്നിട്ട് ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുന്നു. അങ്ങനെ വിക്രവും ആകെ മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.